ഹായ്, വെൽക്കം ടു ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റ്. ധർമ്മരാജ സീരീസിലെ 9ാമത്തെ എപ്പിസോഡ്. കഥ പറയുന്നത് സന്തോഷ്. ചിലമ്പിനകത്തെത്തിയ യോഗീശ്വരൻ എന്തു ചെയ്യുന്നുവെന്നറിയാൻ ഒളിഞ്ഞു നിന്ന് നോക്കി നിരാശരായ ഉമ്മണിപ്പിള്ളയും കൂട്ടരും അറിഞ്ഞില്ല. ദിവ്യശക്തി കൊണ്ട് അദ്ദേഹം കളപ്രാക്കോട്ടയിലെത്തി. ഇതുപോലെ ഒരു അത്ഭുതം നീട്ടെഴുത്ത് കേശവപിള്ള താമസിച്ചിരുന്ന ശ്രീവരാഹത്തും സംഭവിച്ചു. അണ്ണാവയ്യനെ വശത്താക്കി അനന്തമുദ്ര മോതിരത്തിന്റെ സത്യാവസ്ഥ എന്തെന്നറിയാൻ കേശവപിള്ള അന്നേ ദിവസം രാത്രിയിൽ ശ്രമിക്കുകയുണ്ടായി. അന്ന് രാത്രിയിൽ തന്നെ കേശവൻ കുഞ്ഞിനും അണ്ണാവയ്യനെ കാണേണ്ടിയിരുന്നു. മീനാക്ഷിക്ക് വേണ്ടി ഉണ്ടാക്കാൻ അയാളെ ഏൽപ്പിച്ചിരുന്ന മോതിരത്തെക്കുറിച്ച് അറിയാനായിരുന്നു അയാളുടെ ശ്രമം. കേശവപിള്ളയും അണ്ണാവയ്യനും കണ്ടുമുട്ടിയതുകൊണ്ട് കേശവൻ കുഞ്ഞിന് അണ്ണാവയ്യനെ കാണാനായില്ല. കേശവൻ കുഞ്ഞും കേശവപിള്ളയും നടത്തിയ രഹസ്യ നീക്കം ആരും അറിഞ്ഞിരിക്കില്ലെന്ന് സമാധാനിച്ചു. എന്നാൽ മാമാവെങ്കടലിൽ നിന്നും മറ്റും അണ്ണാവയ്യൻ തിരിച്ചെത്തി എന്നറിഞ്ഞിരുന്ന മഹാരാജാവ് അയാളുടെ താവളങ്ങളിലൂടെ വേഷം മാറി സഞ്ചരിക്കുന്നതിനിടയിൽ അവരെ രണ്ടുപേരെയും കാണുവാൻ ഇടയുണ്ടായി. കേശവപിള്ള നടത്തുന്ന ശ്രമം അദ്ദേഹത്തെ സന്തുഷ്ടനാക്കി. അനന്തമുദ്രമോചനം സംഭവിച്ച സകല വിവരവും അടുത്ത ദിവസം രാത്രിയിൽ മഹാരാജാവിനെ അറിയിക്കാമെന്ന് അണ്ണാവയ്യൻ വാക്കുകൊടുത്തു. അതുകൊണ്ട് കേശവപിള്ള സമാധാനത്തോടെ താമസ സ്ഥലത്തേക്ക് തിരിച്ചുപോയി. നേരം വെളുക്കുന്നതിന് മുമ്പ് കേശവപിള്ളയുടെ പരിചാരകയായ പവതിക്കൊച്ചി എഴുന്നേറ്റു. വീടിനടുത്തുള്ള കുളത്തിലേക്ക് കുളിക്കാനായി പുറപ്പെട്ടു. അധികം വൈകാതെ തിരിച്ചെത്തി ചില സാധനങ്ങൾ കേശവപിള്ളയെ വിളിച്ചുണർത്തി ഏൽപ്പിച്ചിട്ട് വീണ്ടും പോയി. പവതി എന്നായിരുന്നു അച്ഛനമ്മമാർ ഇട്ടുകൊടുത്ത പേര്. അത് പിന്നെ പവതീജി എന്നും പവതിക്കൊച്ചി എന്നുമായി. യഥാർത്ഥത്തിൽ ഭഗവതി അമ്മ എന്നായിരുന്നു പേര്. ഒരു കെട്ട് മുടിയും ശരീരം മുഴുവൻ വസൂരി രോഗം സമ്മാനിച്ച വടുക്കളുമായി കഴിയുന്ന അവർ അവിവാഹിതയാണ്. കൊതി ഒഴിക്കുക, ഉളുക്കഴിക്കുക, കുടൽപ്പിണക്കുകൾ തീർക്കുക എന്നീ കാര്യങ്ങളിൽ വിദഗ്ധയായിരുന്നു. അതിനുള്ള മന്ത്രതന്ത്രങ്ങളൊക്കെ വശമായിരുന്നു പോലും. അതിനൊന്നും പ്രതിഫലം പറ്റാൻ പാടില്ലെന്ന് വിധിച്ചിരുന്നുകൊണ്ട് ധാരാളം ആൾക്കാർ അവരുടെ സേവനം ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ കേശവപിള്ളയുടെ പാചകക്കാരിയാണ്. വേണമെങ്കിൽ മഹാരാജാവിനോട് പോലും തട്ടിക്കയറാൻ മടിക്കാത്ത പവതിക്കൊച്ചിയുടെ മുന്നിൽ കേശവപിള്ള കൊച്ചുകുട്ടിയായിരുന്നു. കേശവപിള്ള പിന്നീട് രാജാ കേശവദാസനായി വളർന്നപ്പോഴും പവതിക്കൊച്ചി ഒപ്പമുണ്ടായിരുന്നു. മക്കൾ എന്ന് അവർ കേശവപിള്ളയെ വിളിച്ചപ്പോൾ അക്കൻ എന്ന് പവതിക്കൊച്ചിയെ കേശവപിള്ള തിരിച്ചു വിളിച്ചു പോന്നു. പവതിക്കൊച്ചി കൊണ്ടുവന്ന സാധനം എന്തെന്ന് പരിശോധിക്കാൻ കേശവപിള്ള എഴുന്നേറ്റിരുന്നു. വിളക്കിന്റെ വെട്ടത്തിൽ നോക്കിയപ്പോൾ രക്തം പുരണ്ട ഒരു രണ്ടാം മുണ്ടായിരുന്നു അതെന്ന് മനസ്സിലായി. കേശവപിള്ള എന്ന് ഞെട്ടി. മുണ്ടിന്റെ ഒരു കോണിൽ കെട്ടിയിരുന്നത് എന്തെന്ന് അഴിച്ചു നോക്കി. വെളിച്ചത്തോട് ചേർത്ത് പിടിച്ചു നോക്കി. പല തലകളുള്ളതും കണ്ണുകളുടെ സ്ഥാനത്തും വശങ്ങളിലും അമൂല്യമായ രത്നങ്ങൾ പതിപ്പിച്ചതുമായ മുതിർന്നവർ ധരിക്കുന്ന സർപ്പമുദ്രയോടുകൂടിയ ഒരു മോതിരം ഏതോ സ്ത്രീക്ക് ധരിക്കാൻ നിർമ്മിച്ച ഒരു കൂട്ടം മോതിരവുമായിട്ടായിരുന്നു ആ കിഴിക്കെട്ടിൽ. സംഗതിയുടെ ഗൗരവം ഓർത്തപ്പോൾ ആ വസ്തു കൈവശം വെക്കുന്നത് ശിക്ഷാർഹമായ കാര്യമാണെന്ന് നിശ്ചയിച്ചു. ഭാവിയെ തുലയ്ക്കുന്ന കൊടിയ മാനഹാനിയായിരിക്കും അനന്തരഫലം. അണ്ണാവയ്യനുമായി ബന്ധപ്പെട്ട അനന്തമുദ്രമോതിരമാണ് വിധി തന്റെ കൈകളിൽ എത്തിച്ചിരിക്കുന്നത്. ഹരിപഞ്ചാനന്റെ ബുദ്ധിയായിരിക്കാം ഇതിനു പിന്നിൽ. വ്യക്തിപരമായ തന്റെ അവസ്ഥയേക്കാൾ പ്രധാനം രാജ്യരക്ഷയാണെന്നുള്ള ബോധം ഉദിക്കുകയാൽ ഉടനെ തന്നെ വസ്ത്രവും മോതിരവും ഒളിപ്പിച്ചു. വിറച്ചുകൊണ്ട് നാരായണനാമം ഉറക്കെ ജപിച്ചുകൊണ്ട് ഓടിയെത്തിയ പവതിക്കൊച്ചി താൻ കൊണ്ടുവന്ന വസ്ത്രവും മറ്റും എവിടെയെന്ന് കേശവപിള്ളയോട് ചോദിച്ചു. ഉറക്കച്ചടവ് നടിച്ചുകൊണ്ട് കേശവപിള്ള പറഞ്ഞു, ഞാനതെടുത്ത് ദൂരെ കളഞ്ഞു. അത് കേട്ട് അവർ പറഞ്ഞു, മുണ്ടിനെ ഇപ്പം ചുടണം, കൊളക്കടവിൽ നിൽപ്പാൻ വിടൂല ആളുകൾ, പൂണിക്കൊല നടന്നുവിട്ട്, അരുങ്കൊലവാസം, വലിയ കൊലവാസം ആരോ ചെയ്തുവിട്ട്, കുരകുരത്തം കെട്ട മാവാവി കൂട്ടത്തിന് അക്കുരുതിക്ക് കളം നമ്മുടെ നടയിലേ കണ്ടുള്ളൂ, എൻ്റെ മക്കൾ ദൂഷിക്കണം. ഇത് തെക്കൻ തിരുവിതാംകൂറിൻ്റെ തനത് ഭാഷയിലാണ് ഈ ഡയലോഗ് എഴുതിയിട്ടുള്ളത്. അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുളക്കടവിൽ ആരും നിൽക്കാൻ സമ്മതിക്കുന്നില്ല. പൂണിക്കൊല എന്ന് പറഞ്ഞാൽ പൂണൂലിട്ട ഒരാളുടെ കൊല, ഒരു ബ്രാഹ്മണനെ ആരോ വധിച്ചിരിക്കുന്നു. കൊലവാസം എന്ന് ഉദ്ദേശിക്കുന്നത് കൊലപാതകം ആണ്. അരുങ്കൊലവാസം ആരോ ചെയ്തുവിട്ട്, ആരോ ചെയ്തു വിട്ടു. കുരുത്തം കെട്ട മാവാവി കൂട്ടത്തിന്, മാവാവി കൂട്ടം എന്ന് പറയുന്നത് മഹാഭാവി കൂട്ടത്തിനെയാണ് പറയുന്നത്. മഹാഭാവികൾ, അതാണ് മാവാവി. മാവാവി കൂട്ടത്തിന് അക്കുരുതിക്ക് കളം നമ്മുടെ നടയിലേ കണ്ടുള്ളൂ, എൻ്റെ മക്കൾ ദൂഷിക്കണം, സൂക്ഷിക്കണം എന്നുള്ളതിൻ്റെ കൊളോക്കിയലായിട്ടുള്ള ഒരു പ്രയോഗമാണ് ദൂഷിക്കണം. തിരുവനന്തപുരം ഭാഗത്തൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സായും തായും റിവേഴ്സിൽ യൂസ് ചെയ്യുന്ന പല വാക്കുകളുണ്ട്. അതുപോലെ തന്നെ സമ്മതിക്കണം എന്നുള്ള തമ്മസിക്കണം എന്ന് പറയും, തമ്മസിക്കൂല എന്നൊക്കെ പറയും. അത് ഇവിടുത്തെ ഒരു വാമൊഴി വഴക്കമാണത്. ഒന്നും അറിയാൻ പാടില്ലാത്തതുപോലെ ഏതു കൊല, എന്തു കൊല എന്നും മറ്റും ചോദിച്ചു കേശവപിള്ള. എന്നാലും പവതിക്കൊച്ചിയുടെ വിവരണം കേട്ട് ചിന്താധീനനായ കേശവപിള്ള വസ്ത്രത്തിന്റെ കാര്യം മിണ്ടിപ്പോകരുതെന്ന് താക്കീത് ചെയ്തു. കേശവപിള്ളയുടെ ഗൗരവം കണ്ട് താനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ പവതിക്കൊച്ചി മറ്റു ജോലികൾക്കായി പോയി. കേശവപിള്ള പടിവാതുകലെത്തി ദൂരെ നിൽക്കുന്ന ആൾക്കൂട്ടത്തെ ശ്രദ്ധിച്ചു. ഒന്നിലും പെടാതെ ഒഴിഞ്ഞു നിൽക്കുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കി കേശവപിള്ള ആൾക്കൂട്ടത്തിലേക്ക് നടന്നു. അവിടെ അണ്ണാവയ്യന്റെ ശവം കണ്ടപ്പോൾ മഹാരാജാവിനും രാജ്യത്തിനും ആസന്നമായ ആപത്തിനെ പറ്റിയാണ് കേശവപിള്ള ചിന്തിച്ചത്. ശരീരം തളരുന്നത് പോലെ തോന്നിയ അയാൾക്ക് ഉത്തരക്ഷണത്തിൽ ഗുരുനാഥന്റെ ഉപദേശം ഓർത്തുപോയി.
നേതൃത്വം എന്നത് ഭരണപാഠവും മാത്രമല്ല, നിരന്തരമായ യുദ്ധസന്നദ്ധത കൂടിയാണ്. ബുദ്ധി ഉൾപ്പെടെയുള്ള സകല ഇന്ദ്രിയങ്ങളെയും സുസ്ഥിരമാക്കി വയ്ക്കണം. രാജ്യരക്ഷയ്ക്ക് വേണ്ടി ധീരാത്മാവായിരിക്കണം. കേശവപിള്ള തൻ്റെ ജാഠ്യത്തെ ഉപേക്ഷിച്ചു. കേശവപിള്ള മൃതശരീരത്തിനടുത്തെത്തി പരിശോധിച്ചു. മാറത്ത് വെള്ളി കെട്ടിയ ഒരു നാരായം കുത്തിയിറക്കിയിരിക്കുന്നു. ശരീരത്തിൽ പല ഭാഗത്തും മുറിവേറ്റിരിക്കുന്നു. ചുവപ്പ് കല്ല് വെച്ച കുണ്ടലങ്ങൾ കാതോടെ അരിഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അനന്തമുദ്രമോതിരവും ഈ കൊലപാതകവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് ഊഹിച്ചവർ ഒന്നും മിണ്ടാതെ സ്ഥലം വിട്ടു. രാജപരിജനങ്ങളാണ് മോതിരത്തിൻ്റെ തിരോധാനത്തിന് പിന്നിലെന്ന് ഹരിപഞ്ചാനന യോഗി പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗൗരവമായ അന്വേഷണം വേണ്ടെന്ന് കേശവപിള്ള തന്നെ ദളവായുടെയും മറ്റ് നിർദ്ദേശത്തിന് വിപരീതമായി മഹാരാജാവിനെ ഉപദേശിച്ചിട്ടുമുണ്ട്. ആ മോതിരം രണ്ടാമതും കൊട്ടാരത്തിൽ നിന്നും കളവ് പോയ കാര്യം പരസ്യമാക്കരുതെന്ന് പറഞ്ഞതും കേശവപിള്ള തന്നെ. കൊലപാതകം നടന്നിരിക്കുന്നത് കേശവപിള്ളയുടെ വീടിന് മുന്നിൽ. ഇപ്പോഴാകട്ടെ മോതിരം കേശവപിള്ളയുടെ കൈവശവും ഇരിക്കുന്നു. എന്തുകൊണ്ടും കുടുങ്ങാനുള്ള സാധ്യതകൾ ഏറെ. കേശവപിള്ളയുടെ ബുദ്ധിക്ക് വലിയൊരു പരീക്ഷണമായി ഈ സംഭവം. അധികം വൈകാതെ കൊട്ടാരത്തിൽ നിന്ന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെത്തി മഹസർ തയ്യാറാക്കി. നാരായം പണ്ടാരവകയിലേക്ക് കണ്ടുകെട്ടി. ശവശരീരം ഭാര്യയ്ക്ക് വിട്ടുകൊടുത്ത് രസീത് വാങ്ങി. ജനങ്ങളെ ചോദ്യം ചെയ്തു. ആ കൂട്ടത്തിൽ നിന്നിരുന്ന് കേശവൻ കുഞ്ഞിൻ്റെ ഗുരു സാമ്പദീക്ഷിതർ മുന്നോട്ട് വന്ന് നാരായത്തിൻ്റെ വെള്ളിക്കെട്ടിൽ അകവശത്ത് കെ എന്ന അക്ഷരം കൊത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പരിശോധിച്ചപ്പോൾ ശരിയാണെന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നാരായം കേശവൻ കുഞ്ഞിൻ്റേതാണെന്ന്. കേശവൻ കുഞ്ഞിനെ യാതൊരു കാരണവശാലും ശല്യപ്പെടുത്തരുതെന്നും നാരായം ശുദ്ധി ചെയ്ത് തന്നെ ഏൽപ്പിക്കണമെന്നും ദീക്ഷിതർ പറഞ്ഞു. ദീക്ഷിതരുടെ വെളിപാട് കൊണ്ടുണ്ടാകാവുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ ശുദ്ധനായ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. കേശവൻ കുഞ്ഞ് നന്ദിയത്തുണ്ണിത്താൻ്റെ മകനാണ്, ചന്ദ്രക്കാരൻ യജമാനൻ്റെ മരുമകൻ. അവൻ ഈ നിഷ്ഠുര കൃത്യം ചെയ്യില്ല, തനിക്കത് ഉറപ്പാണെന്ന് ദീക്ഷിതർ പറഞ്ഞു. എന്നാൽ അവിടെ കൂടിയിരുന്നവരിൽ ചിലർ ദീക്ഷിതരുടെ അഭിപ്രായത്തോട് യോജിച്ചില്ല. 3-4 ദിവസമായി അണ്ണാവയ്യനെ തിരഞ്ഞ് കേശവൻ കുഞ്ഞ് നടക്കുന്നത് കണ്ടവരുണ്ട്. സംഭവ ദിവസം രാത്രിയിൽ അയാളെ പല പ്രാവശ്യം അതിലെ നടക്കുന്നതായി കണ്ടവരുമുണ്ട്. ഉടനെ തന്നെ അവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തി. കേശവൻ കുഞ്ഞിനെ ഉടനെ പിടികൂടാൻ കാര്യക്കാർ ഉത്തരവ് കൊടുത്തു. എന്നാൽ സന്ധ്യ വരെ നടപടിയെടുക്കരുതെന്ന് കേശവപിള്ള കാര്യക്കാരോട് അഭ്യർത്ഥിച്ചു. എന്നിട്ട് കുളിക്കാൻ പോയി. ഉറുമ്പിനെ കൊല്ലാൻ പോലും മനക്കരുത്തില്ലാത്ത കേശവൻ കുഞ്ഞ് ഒരു ബ്രാഹ്മണനെ കൊന്നു എന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. നന്ദിയ തുണ്ണിത്താൻ്റെ മകനെ കുറ്റാരോപണം നടത്തി തടവിലാക്കി അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പലരും പറഞ്ഞു. ദേശിക നാട്ടിലെയും ഇളയടത്ത് നാട്ടിലെയും ജനങ്ങൾ വെറുതെ ഇരിക്കില്ല. കേശവൻ കുഞ്ഞിൻ്റെ സമ്പത്തിലും പാണ്ഡിത്യത്തിലും അന്തസ്സിലും അസൂയാലുക്കളായവർ അയാളെ അണ്ണാവയ്യൻ്റെ വലയിൽ കുടുക്കി. ഒടുവിൽ സംഗതി പുറത്തു വരാതിരിക്കാൻ അണ്ണാവയ്യനെ കൊല്ലുകയും ചെയ്തതാണെന്ന് വാദിക്കുന്നവരും ഉണ്ടായിരുന്നു. ദാരുണമായ കൊലപാതകത്തെപ്പറ്റി ദളവ സുബ്ബയ്യൻ മഹാരാജാവിനെ സമയം നോക്കി അറിയിച്ചു. കേശവൻ കുഞ്ഞാണ് കുറ്റക്കാരൻ എന്ന് ജനം പറയുന്നു. കാര്യക്കാരുടെ അന്വേഷണത്തിലും കേശവൻ കുഞ്ഞ് കുറ്റക്കാരൻ തന്നെ. അയാളെ തടവിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി തിരുമനസ് വധശിക്ഷ വിധിക്കുകയേ വേണ്ടൂ എന്ന് ദളവ അറിയിച്ചു. ചില കാര്യങ്ങളെക്കുറിച്ച് അവ്യക്തത നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് ഉടനെ നടപടിയെടുക്കാൻ തുനിഞ്ഞില്ല. മഹാരാജാവിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടാകാതിരുന്നുകൊണ്ട് ദളവ മറ്റു കാര്യങ്ങൾ അവതരിപ്പിച്ച് പിൻവാങ്ങി. ഔദ്യോഗികമായി കൊലപാതകത്തെക്കുറിച്ച് അറിയിക്കുന്നതിന് മുൻപ് തന്നെ മഹാരാജാവ് വിവരമൊക്കെ അറിഞ്ഞിരുന്നു. സർവാധികാരിക്കാരും മറ്റും സംഭവത്തെക്കുറിച്ച് അഗാധമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന അഭിപ്രായക്കാരായിരുന്നു. എന്തൊക്കെയോ ഉപജാപങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന് വ്യക്തം. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കേശവപിള്ള മഹാരാജാവിനെ മുഖം കാണിക്കാനെന്നെത്തി. പിതൃസഹജമായ വാത്സല്യത്തോടെ മഹാരാജാവ് പുഞ്ചിരിച്ചു. പുറമേ രണ്ടുപേരും പ്രശാന്തരായിരുന്നെങ്കിലും ആഭ്യന്തരമായി ഗംഭീര പ്രകൃതികളായിരുന്നു. ധാരാളം ഉപദേശകർ ഉണ്ടായിരുന്നെങ്കിലും കേശവപിള്ളയിൽ മഹാരാജാവിന് അതീവ വിശ്വാസമുണ്ടായിരുന്നു. അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കേശവപിള്ളയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. കേശവപിള്ളയുടെ മുഖം മ്ലാനമായിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് രാജാവ് ചോദിച്ചു. ചന്ദ്രക്കാരൻ പടയൊരുക്കം നടത്തുന്നു എന്ന് മറുപടി പറഞ്ഞു കേശവപിള്ള. ഹരിപഞ്ചാനന യോഗീശ്വരൻ്റെ കരങ്ങളാണ് പിന്നിൽ. അത് കേട്ട് മഹാരാജാവ് കേശവപിള്ളയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഇയാൾ ദോഷേക ദൃക്കാണ്. തമ്പിമാർക്ക് 8 വീട്ടിൽ പിള്ളമാരെ കിട്ടിയതുപോലെ ചന്ദ്രക്കാരന് യോഗിയെ കിട്ടിയിരിക്കുന്നു. നന്ദിയ തുണ്ണിത്താൻ ഇപ്പോൾ അവിടെ എത്തിയിരിക്കും. രാജ്യത്തിന് പടുകാലമാണെന്ന് കേശവപിള്ള ഉണർത്തിച്ചു. കഴക്കൂട്ടത്ത് ഒത്തുകൂടിയിരിക്കുന്നത് രാമനാമഠത്തിൽ പിള്ളയുടെ മകൻ ചന്ദ്രക്കാരനും ഇളയടത്ത് സ്വരൂപത്തിലെ മന്ത്രിയായിരുന്ന നന്ദിയ തുണ്ണിത്താനും യോഗിവര്യനുമാണ്. എന്തെങ്കിലും കലാപമുണ്ടാകുമോ എന്നാണ് കേശവപിള്ളയുടെ ആശങ്ക. ചന്ദ്രക്കാരൻ്റെ അനന്തരവനായ കേശവൻ കുഞ്ഞിനെതിരെ ഉടനെ നടപടി എടുക്കാതിരിക്കുകയാണ് ഉത്തമം എന്ന് കേശവപിള്ള ഉണർത്തിച്ചു. കൊലപാതകയെ ഉടനെ തടവിലാക്കുകയല്ലേ വേണ്ടത് എന്ന് രാജാവ്. സാമ്പദീക്ഷിതരുടെ വിവരമില്ലായ്മ കൊണ്ട് നാരായത്തിൽ കെ എന്ന് കണ്ടാലുടനെ കൊലപാതകി കേശവൻ കുഞ്ഞ് തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ. മഹാരാജാവ് വിട്ടുകൊടുത്തില്ല. കേശവപിള്ളയെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ചോദിച്ചു, നീയും ഒരു കേശവനാണല്ലോ. അടിയൻ കുപ്പപ്പാട് അതിനടുത്തുമാണ്. പക്ഷേ അടിയൻ കൈക്കുറ്റപ്പാട് ചെയ്തതാണെങ്കിൽ നാരായത്തെ ദേഹത്ത് കുത്തി നിർത്തിയിട്ട് പോകില്ലായിരുന്നു. ഉണ്ണിത്താൻ അദ്ദേഹത്തിൻ്റെ മകൻ കേശവൻ കുഞ്ഞും ഇങ്ങനെ അയാൾക്ക് വിപരീതമായ തെളിവിനെ അവിടെ വിട്ടിട്ട് പോകുമോ?
പിന്നീട് മഹാരാജാവും കേശവപിള്ളയും തമ്മിൽ ഹരിപഞ്ചാനനെ പറ്റി വാദിച്ചു. ഹരിപഞ്ചാനനൻ്റെ മതപ്രചരണോദ്യമങ്ങൾ രാജ്യദ്രോഹപരമാണെന്ന് വാദിച്ചു കേശവപിള്ള. ഇതുപോലൊരു ദുഷ്കൃത്യം നടക്കാനിടയുണ്ടെന്ന് കാലേക്കുട്ടി ദർശനം ചെയ്ത് യുവരാജാവിനോട് പ്രവചിച്ച യോഗിയെ പറ്റി അപവാദം പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു മഹാരാജാവ്. അങ്ങനെ പറഞ്ഞ കുറ്റത്തിന് ശിക്ഷയായി കേശവപിള്ള കുറച്ചു ദിവസത്തേക്ക് തന്നെ കാണണ്ടെന്ന് മഹാരാജാവ് കൽപ്പിച്ചു. ഒരുപക്ഷെ കൊലപാതകി താനാണെന്ന് വിചാരിച്ചായിരിക്കാം മഹാരാജാവ് ഇങ്ങനെ ശിക്ഷിച്ചതെന്ന് വിചാരിച്ചു കേശവപിള്ള. അയാൾ അതീവ ദുഃഖിതനായി. ഉടനെ തൻ്റെ മടിയിൽ സൂക്ഷിച്ചിരുന്ന അനന്തമുദ്രമോതിരം എടുത്ത് തിരുമുമ്പിൽ വെച്ചിട്ട് എന്നാൽ തെളിവ് മുഴുവനാകട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ വേണ്ട, ഈ ദുശകന വലയത്തെ നീ തന്നെ കൊണ്ടുപോ എന്ന് മനഃപൂർവ്വമായ വെറുപ്പോടെ മഹാരാജാവ് അരുളി ചെയ്തു. കേശവപിള്ള വിടവാങ്ങി. അണ്ണാവയ്യൻ മോതിരം രണ്ടാമതും കൈക്കലാക്കുകയും കേശവപിള്ള അത് കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റാരോ കാരണം മരണം സംഭവിച്ചിരിക്കാമെന്ന് മഹാരാജാവ് തീരുമാനിച്ചു. എന്നാൽ ചില തെളിവുകൾ കേശവൻ കുഞ്ഞിനെ കുറ്റക്കാരനാക്കുന്നു. ഏതായാലും താൻ തന്നെ ഇതിനെപ്പറ്റി കുറെ കൂടി ആഴത്തിൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതുകൊണ്ട് കേശവപിള്ളയ്ക്ക് കൊടുത്ത നിരോധനാജ്ഞയെക്കുറിച്ച് വെളിയിൽ പറഞ്ഞില്ല, എല്ലാം ഗൂഢമാക്കി വെച്ചു. എന്നാൽ കേശവൻ കുഞ്ഞിന് യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കരുതെന്നും കാരാഗൃഹത്തിൽ അടയ്ക്കുന്നതിന് മുൻപ് തൻ്റെ മുന്നിൽ ഹാജരാക്കണമെന്നും ഉത്തരവായി. പ്രിയ ശ്രോതാക്കളെ, ഈ കഥയുടെ മെയിൻ ത്രെഡ് ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഈ ഒരു കൊലപാതകവും ആ കൊലപാതകത്തിനോടനുബന്ധിച്ച് എന്തൊക്കെ കോൺസ്പിറസീസാണ് നടന്നത്, അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന രാജ്യദ്രോഹപരമായ കുറേ പ്ലാനിങ്ങുകളും അതിൽ നിന്നും എങ്ങനെ രാജ്യം രക്ഷപ്പെടുന്നു, ആരാണ് ആ രാജ്യത്തെ രക്ഷപ്പെടുത്താനായിട്ട് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ മെയിൻ കഥ. ഇപ്പോഴാണ് കഥ ചൂടുപിടിക്കാൻ തുടങ്ങുന്നത് തന്നെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ കേസിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. അതുവരെ ബൈ.